പ്രിയമുള്ളവരെ, അനേക വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂരിന്റെ പരിസര പ്രദേശത്തുള്ള വില്ലടം എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു പൊതു കളിസ്ഥലം, ആ പൊതു കളിസ്ഥലത്തിൽ പെൺകുട്ടികൾക്ക് കളിക്കാനുള്ള അവകാശത്തിന് വേണ്ടി, അവരുടെ സ്പേസിന് വേണ്ടി വാദിച്ചുകൊണ്ട് നിൽക്കുന്ന വിനയ എന്ന പോലീസുകാരി. വിനയക്ക് അതിനു മുമ്പും അറിയാം, മനുഷ്യരുടെ പ്രവർത്തന കാലത്ത് സ്ത്രീകളുടെ ആശയങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നതിനേക്കാൾ ഒക്കെ അപ്പുറത്തുള്ള ഒരു പ്രത്യയശാസ്ത്രവുമായിട്ട് വരികയും നമ്മൾ നേരത്തെ കേട്ടതുപോലെയുള്ള പിന്നെ അടിച്ച ഫ്ലാറ്റാക്കി ഇവരെയൊക്കെ മനോവേദന അനുഭവിക്കണം, ഇതിന് കണ്ണ് വേണം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള നീക്കുപോക്കുകളില്ലാത്ത, ഒരു വിധത്തിലുള്ള കോംപ്രമൈസും ഇല്ലാത്ത സ്ത്രീപക്ഷ രാഷ്ട്രീയം പറയുന്ന മാത്രമല്ല പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടി എന്നുള്ള നിലയിലാണ് വിനയെ ഞാൻ ആദ്യം കാണുന്നത്. അതിനുവേണ്ടി എഴുതിയ കവിതകൾ ഏത് മീറ്റിങ്ങിൽ പോയാലും അവസരമുണ്ടോ അവസരമില്ലേ, ഉചിതമാണോ ഉചിതമല്ല, അതൊന്നും നോക്കില്ല വിനയ, പാടി തകർക്കുക തന്നെ ചെയ്യുന്നു. അത് പാടി തകർക്കുമ്പോൾ തീർച്ചയായിട്ടും കൂരമ്പുകളാണ് ഇങ്ങനെ വരിക, പുരുഷന്മാരുടെ നേർക്ക് കൂരമ്പുകൾ. ഈ കൂരമ്പുകളൊക്കെ വെടിയുണ്ടകളും കൊടുത്തു വിട്ടുകൊണ്ട് സ്ത്രീപക്ഷ രാഷ്ട്രീയത്തെ അത് വിനയ വിശ്വസിക്കുന്ന രീതിയിൽ, വിനയ്ക്ക് ബോധ്യമുള്ള രീതിയിൽ ആണിനെയും പെണ്ണിനെയും പഠിപ്പിക്കുക എന്നുള്ളൊരു ദൗത്യം. ആ ദൗത്യത്തിൽ നിന്ന് പിറന്നതാണ് വിങ്സ് കേരള. ഞാൻ അന്ന് ആ ഗ്രൗണ്ടിൽ കണ്ട കൊച്ചു പെൺകുട്ടികൾ കളിക്കാനുള്ള അവകാശത്തിന് വേണ്ടി അവർ മടിച്ചു നിൽക്കും. അപ്പോ അത് കുറെ എനിക്ക് പരിചയമുള്ള കുറച്ച് തൊഴിലാളി സ്ത്രീകൾ താമസിക്കുന്ന ഇടത്തു നിന്നാണ് ആ കുട്ടികളൊക്കെ വരുന്നത്. പിറ്റേ ദിവസം അവരുടെ അമ്മമാര് വന്നിട്ട് പറഞ്ഞു, ആ ഒരു പോലീസുകാരി ടീച്ചർ വന്നിട്ടേ ഞങ്ങളുടെ കുട്ടികളെ കളിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്, എന്താ വേണ്ടേ? ഞാൻ പറഞ്ഞു വിട്, ഇങ്ങനെ കൂടുതൽ വിട ഉണ്ടായിരിക്കും. അപ്പോ അതൊരു കടുകുമണിയായിരുന്നു. അന്ന് വിങ്സ് രൂപം കൊള്ളുമ്പോ സത്യത്തെ വിനയ ഇത്രത്തോളം ചുവടുന്നു വീശി ആകാശത്തേക്ക് കുതിക്കും എന്നുള്ളത് ഒരു പക്ഷേ ആർക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതിനുവേണ്ടി നടത്തിയിട്ടുള്ള ഫൈറ്റ് പോലീസ് സ്റ്റേഷനിലായാലും പോലീസുകാരോടായാലും വിനയെ ചുറ്റിപ്പറ്റിയിട്ട് നിരവധി ഇതിഹാസ എന്താ പറയാ മിത്തുകൾ തന്നെ ഉണ്ട്. ഒരുപാട് കഥകളുണ്ട് വിനയുടെ. ഒരു കല്ലിമുണ്ടെടുത്ത് പോലീസുകാരൻ കല്ലിമുണ്ടെടുത്തിട്ട് കല്ലിമുണ്ടോ ട്രൗസറോ എന്തോ ഇട്ടിട്ട് വിനയ അങ്ങനെ നടക്കുമ്പോ, വിനയ കല്ലുമുണ്ടെടുത്ത് നടക്കുമ്പോ പോലീസുകാർ വിനയോട് കംപ്ലൈന്റ് ചെയ്തു. ഉന്നത പോലീസുകാരുടെ അടുത്ത് പോയിട്ട് കംപ്ലൈന്റ് ചെയ്തു, ഈ സ്ത്രീ ഇങ്ങനത്തെ വേഷമൊക്കെ കെട്ടി നടന്നാലേ അത് ശരിയാവില്ല. അപ്പൊ എന്താ ശരിയാവാതെ? അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ചിലത് തോന്നും. പിറ്റേ ദിവസം വിനയെ വിളിപ്പിച്ചു. വിനയ ചെന്നു. വിനയ പറഞ്ഞു, ഈ പോലീസുകാർ കല്ലുമുണ്ട് വളച്ചു വിട്ട് നമുക്ക് എനിക്കും ചിലതൊക്കെ തോന്നാറുണ്ട്, ഞങ്ങൾക്കും ചിലതൊക്കെ തോന്നും, അതിനെന്താ മറുപടി എന്ന് ചോദിച്ച പോലെയുള്ള നിരവധി കഥകൾ വിനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വിനയ വിരിച്ച, വിനയ വെച്ചു കൊടുത്ത രണ്ട് ചിറകുകൾ വളരെ അർത്ഥപൂർണമായി വലിയ വികാസം പ്രാപിച്ച് ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ടീമുകൾ, ഒരുപാട് ടീമുകൾ, സ്ത്രീകളുടെ ആരോഗ്യം, സ്ത്രീകളുടെ കളിക്കാനുള്ള അവകാശം, സ്ത്രീകളുടെ സ്പേസ്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ആനന്ദ അവസരങ്ങൾ, ഇതൊക്കെ ഒരുക്കി കൊടുത്തുകൊണ്ട് നമുക്കിടയിൽ നിൽക്കുകയാണ്. ഇന്ന് മുമ്പുണ്ടായിരുന്ന വിനയെ അല്ല, ഇന്ന് ബഹുമാനിക്കപ്പെടുന്ന വിനയ, വളരെയധികം ആദരിക്കപ്പെടുന്ന വിനയ, വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന വിനയ എന്നൊരവസ്ഥയിലേക്ക് വിങ്സിന്റെ വിനയ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. വിങ്സ് സരസ്വതി അമ്മയുടെ പേരിലെ ഈ ഒരു പുരസ്കാരം കൊടുക്കുമ്പോൾ അതിനെ വിനയ നേരത്തെ പറഞ്ഞതുപോലെ കായികമായ ഒരർത്ഥം കൂടി വരുന്നുണ്ട്. ഒരുപക്ഷെ തമസ്കരിക്കപ്പെടുക എന്നുള്ള വാക്ക് മാത്രമല്ല, ആ കാലഘട്ടത്തിലെ പുരുഷാധിപത്യത്തിനെതിരായിട്ട് ഒരു വാക്ക് പോലും പറയാൻ പ്രാപ്തിയില്ലാത്ത തരത്തിൽ, അല്ലെങ്കിൽ അറിഞ്ഞുകൂടാത്ത തരത്തിൽ സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷാധിപത്യ സമൂഹവും, ഒരുപക്ഷെ പുരുഷാധിപത്യപരമായ മൂല്യങ്ങളെ ഉൾക്കൊണ്ട സ്ത്രീകളും പുരുഷന്മാരും പുരുഷാധിപത്യം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത കാലഘട്ടത്തിൽ സരസ്വതിമയെ പോലെയുള്ള ഒരു സ്ത്രീ എഴുതിയതൊക്കെ തന്നെയും പുരുഷ വിദ്വേഷം ആയിട്ട് മുദ്രകുത്തി. അങ്ങനെ മുദ്രകുത്തി അവരെ ഒതുക്കുന്ന ഒരു അവസ്ഥയിലെ വിഖ്യാതരായ പണ്ഡിതന്മാരടക്കം ഉണ്ടായിരുന്നു. ഗുപ്തൻ നായരെ പോലെയൊക്കെയുള്ള ആളുകളായിട്ടുള്ള തർക്കങ്ങളൊക്കെ നമുക്കറിയാം.
വിഖ്യാതരായിട്ടുള്ള പണ്ഡിതന്മാരടക്കം പുരുഷ സമൂഹം, എഴുത്തുകാരുടെ സമൂഹം, വിമർശകരുടെ സമൂഹം സരസ്വതി അമ്മ പുരുഷ വിദ്വേഷിയാണ്, അതുകൊണ്ട് തന്നെ സമൂഹത്തിന് ദ്രോഹകരമായ ഒന്നാണ്, അവരുടെ എഴുത്തുകളെ പ്രോത്സാഹിപ്പിച്ചുകൂടാ, അവരെ എഴുതാനേ പാടില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരികയും ആ ഒരു അവഗണന അനുഭവിച്ചുകൊണ്ട് തന്നെ പുരുഷന്മാരില്ലാത്ത ലോകം എന്നൊക്കെ പേരുള്ള പുസ്തകങ്ങൾ ഇറക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് സരസ്വതി. സമകാലത്ത് എഴുതിയിട്ടുള്ള ലളിതാംബിക അന്തർജനത്തിന് ലഭിച്ച വലിയ ആദരം എന്തുകൊണ്ടാണ് സരസ്വതിക്ക് കിട്ടാതെ പോയത് എന്നുള്ള ഒരു വലിയ ചോദ്യം പിൽക്കാലത്ത് ചോദിക്കപ്പെടുകയുണ്ടായി. സരസ്വതിയമ്മ അനേക ദശകങ്ങൾ ഇരുട്ടിലേക്ക് മാർജിനലൈസ് ചെയ്യപ്പെട്ട മാറ്റി നിർത്തപ്പെട്ട ഒരു എഴുത്തുകാരിയാണ്. അവരെ പിന്നെ വീണ്ടെടുക്കുകയാണ് ചെയ്തത്. വീണ്ടെടുക്കാൻ കാരണമായത് ഒരു കാലഘട്ടത്തില് തമസ്കരിക്കപ്പെട്ട് അവഗണിക്കപ്പെട്ട് അവരുടെ എഴുത്ത് പുരുഷവിദ്വേഷപരമായതുകൊണ്ട് പിന്നെ വായിക്കരുത്, വിലയിരുത്തപ്പെടരുത്, അവർക്ക് അർഹതപ്പെട്ട ഒരു തരത്തിലുള്ള അംഗീകാരങ്ങളും കൊടുക്കരുത് എന്ന രീതിയിൽ മാറ്റി നിർത്തപ്പെട്ട ആ എഴുത്തുകാരി പിന്നീട് ദശകങ്ങൾക്ക് ശേഷം കേരള സമൂഹത്തിൽ പുരുഷാധിപത്യത്തിനെതിരെ സ്ത്രീ വിമോചന ആശയങ്ങൾ പ്രബലപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്ത കടന്നു വരുന്നതിന്റെ ഭാഗമായിട്ട് വീണ്ടെടുക്കപ്പെടുകയായി. ആ വീണ്ടെടുക്കപ്പെടലോട് കൂടിയിട്ട് അത് ആ കാലഘട്ടത്തിലെ എഴുത്തുകാർക്ക് മാത്രമല്ല സമൂഹത്തിന്റെ ആവശ്യമായിരുന്നു. എന്താണ് സമൂഹത്തിൽ നിലനിൽക്കുന്ന ലിംഗപരമായ ഒരു ബന്ധത്തിന്റെ സ്വഭാവം എന്ന് സമൂഹം ഒന്നാകെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ ആ ആശയത്തിന് പ്രചാരം നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ലിംഗസമത്വം എന്ന് പറയുന്ന ഒരു വാക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ എഴുതിക്കൊണ്ടിരുന്ന ആളാണ് സരസ്വതിയമ്മ. ലളിതാംബിക അന്തർജനം എഴുതിക്കൊണ്ടിരുന്നതും സമകാലത്ത് തന്നെയാണ്. അന്തർജനത്തെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം നല്ലതാണ്, പക്ഷെ മാർഗം ചോദ്യം ചെയ്യപ്പെടണം. പ്രതികാര ദേവത എന്ന് പറയുന്ന ആ ഒരു കഥയുടെ അവസാനത്തിൽ അല്ലെങ്കിൽ ആ കഥയെ പറ്റിയിട്ട് അന്തർജനം പറയുന്ന സഹോദരി കാത്രിക്കുട്ടിയാണ് അതിലെ കഥാപാത്രം. സഹോദരി, നിന്റെ ലക്ഷ്യം നല്ലത് തന്നെ, പക്ഷെ നീ സ്വീകരിച്ച മാർഗം തെറ്റായിപ്പോയി എന്ന് പറയുന്നത്. അന്തർജനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബം, ആ കുടുംബത്തിനകത്തെ വ്യവസ്ഥ, ആ കുടുംബം നിലനിൽക്കുന്ന പുരുഷാധിപത്യപരമായ മൂല്യങ്ങൾ, ഇവയെ ഒന്നും തന്നെ ഹനിക്കാതെ അല്ലെങ്കിൽ ഇവയെ ഒന്നും തന്നെ പിന്നെ തൊട്ട് തലോടി പോകുന്ന രീതിയിൽ ഉള്ള എഴുത്തായിരുന്നു അന്തർജനത്തിൻ്റെത്. അത് സ്വീകാര്യത നേടി, വലിയ സ്വീകാര്യത അതിനുണ്ടായി. സരസ്വതിയമ്മയെ സംബന്ധിച്ചിടത്തോളം നമ്മളെക്കാളൊക്കെ വളരെ എത്രയോ മുമ്പ് നിലനിൽക്കുന്ന പിന്നെ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ സ്വഭാവം പുരുഷാധിപത്യപരമാണ് എന്നും ആ അധികാര വ്യവസ്ഥയുടെ കീഴില് വെറും കന്നുകാലികളെ പോലെ ജീവിക്കേണ്ടി വരുന്ന, അടിമകളായി ജീവിക്കേണ്ടി വരുന്ന, അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാത്ത, പൗരാവകാശങ്ങൾ ഇല്ലാത്ത വ്യക്തികൾ എന്നുള്ള രീതിയിൽ ആണ് സ്ത്രീകൾ നിലനിൽക്കുന്നത് എന്നും കണ്ടുകൊണ്ട് അവർ എഴുതിയ ഓരോ എഴുത്തും പുരുഷാധിപത്യ വ്യവസ്ഥക്കെതിരെ പുരുഷനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടുള്ളത് ആയിരുന്നു. ഒരു ഘട്ടത്തിൽ സത്യം പറഞ്ഞാല് സരസ്വതി എഴുതിയ പുരുഷന്മാരില്ലാത്ത ലോകം എന്ന് വായിച്ചാൽ അത് പുരുഷനെതിരായിട്ടുള്ള ഒരു കൃതിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട് പുരുഷനെതിരെ ആവണം എന്നതിനെ കുറിച്ചുള്ള ഒരു പുസ്തകമാണത്. എന്തുകൊണ്ട് സമൂഹം ഇപ്പോൾ നിലനിൽക്കുന്ന പുരുഷൻ സ്വാംശീകരിച്ചിട്ടുള്ള പുരുഷാധിപത്യ മൂല്യങ്ങൾ സ്വാംശീകരിച്ചിട്ടുള്ള അത് മാത്രം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പുരുഷനും അയാൾ ഉണ്ടാക്കുന്ന ഒരു കുടുംബവും ആ കുടുംബത്തിൽ റീപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പുരുഷാധിപത്യ മൂല്യങ്ങളും ഇതിനൊക്കെ കാരണക്കാരായിട്ടുള്ള അധികാര വ്യവസ്ഥയും ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട്, ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് പുരുഷന്മാരില്ലാത്ത ലോകം എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് സത്യത്തിൽ ആ പുസ്തകത്തിൽ ഉള്ളത്. അതല്ലാതെ അത് അന്ന് വിലയിരുത്തപ്പെട്ടതുപോലെ അന്ന് പുരുഷന്മാരെ മുഴുവൻ ചോദിപ്പിക്കുക, അപമാനത്തിലാക്കുക എന്ന് പറയുന്ന അവർക്കൊന്നും എത്തില്ല. കാരണം പുരുഷന്മാരെ എല്ലാ കാലത്തും ചോദ്യം ചെയ്യപ്പെടാതെ നിലനിന്നിട്ടേ ഉള്ളൂ. അപ്പൊ അത് കാരണം കൊണ്ട് അവരെ അപമാനിക്കപ്പെടുകയോ അല്ലെങ്കിൽ അവരുടെ അഭിമാനം വ്രണപ്പെടുകയോ ഒന്നും ചെയ്യില്ല. അതിന് പകരം കവനിമണി, തവയ്ക്ക, കാണാത്ത സത്യം എന്നൊക്കെ പറയുന്ന പോലുള്ള അതേ നിലപാട് അവരിങ്ങനെ തുറന്നുകൊണ്ട് പോരുന്ന ഘട്ടവുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സരസ്വതിയമ്മയെ സൈഡ് ലൈൻ ചെയ്യാനായിട്ട് എളുപ്പമായിരുന്നു. അതിൽ ഏറ്റവും വലിയ നിർഭാഗ്യം എഴുത്തുകാരിയായ സരസ്വതിയമ്മയ്ക്ക് കൂടെ ചേർന്ന് നിൽക്കാൻ മറ്റൊരു എഴുത്തുകാരിയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. സരസ്വതിയമ്മ പറയുന്ന കാര്യങ്ങൾ അതിനോട് യോജിക്കാനോ അല്ലെങ്കിൽ അതിനെ സ്വീകരിച്ചുകൊണ്ട് എന്താണ് പറയുന്നത് എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കാനോ അതല്ലെങ്കിൽ അതിനെ കാതു കൊടുക്കാനോ ഇത് ശരി തന്നെയാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് ഉറക്കെ പറയാനോ എഴുത്തുകാരികൾ പോലും അവരുടെ ഒപ്പം ഉണ്ടായിരുന്നില്ല.
പിന്നീട് നമുക്ക് ചരിത്രപരമായിട്ടുള്ള ആ ഒരു സഞ്ചാരത്തിലെ നമുക്ക് കാണാൻ കഴിയുന്ന എഴുത്തുകാരികളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. രാജലക്ഷ്മി പിന്നെ ആത്മഹത്യ ചെയ്തു. രാജലക്ഷ്മിയുടെ ആത്മഹത്യയെ കുറിച്ച് എം ടി വാസുദേവൻ നായർ പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ മരിച്ചത് ഒരു സ്ത്രീയല്ല, ഒരു വ്യക്തിയല്ല, ഒരു എഴുത്തുകാരിയുടെ മരണമാണ് എന്ന് പറയുന്നുണ്ട്. കാരണം രാജലക്ഷ്മി അവരുടെ മരണത്തെ ഇങ്ങനെ അടയാളപ്പെടുത്തി: ഞാൻ ജീവിച്ചിരുന്നാൽ എഴുതും, എഴുതാതിരിക്കാൻ എനിക്ക് വയ്യ. ഞാൻ എഴുതിയാൽ അത് മറ്റു പലർക്കും ദ്രോഹകരമാകും. എഴുതാതിരിക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ്. എഴുത്തുകാരുടെ ആത്മഹത്യകൾ അതിന് മുമ്പ് നടന്നിട്ടുണ്ട്, നമുക്കറിയാം. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ എഴുതാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട്, ജീവിച്ചിരുന്നാൽ എഴുതിപ്പോകും എന്ന് പറയുന്ന പേടി കൊണ്ട് ഒരു എഴുത്തുകാരി ആത്മഹത്യ ചെയ്യാണ്. എഴുത്തുകാരിയുടെ ആത്മഹത്യയാണ് അവിടെ സംഭവിച്ചത്, വ്യക്തിയുടെ ആത്മഹത്യയല്ല എന്ന് എനിക്ക് ഒരിക്കൽ പറഞ്ഞു ഞാൻ ഓർക്കുന്നുണ്ട്. ഈ ഒരു അവസ്ഥ എഴുത്തുകാരിക്ക് എഴുതാതിരിക്കാൻ വയ്യാത്തത് കൊണ്ടും, എഴുതിയാൽ പ്രശ്നമാവും എന്നുള്ളത് കൊണ്ടും, ജീവിച്ചിരുന്നാൽ എഴുതിപ്പോകും എന്നുള്ളത് കൊണ്ടും മരിക്കേണ്ടി വരുന്ന അവസ്ഥയാണോ ഭേദം എന്ന് സരസ്വതിക്ക് ശേഷം അനേക വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഒരു എഴുത്തുകാരിയുടെ മരണത്തെ ആ സമയത്ത് പോലും നമ്മൾ ആ രീതിയിൽ നിലനിൽക്കുന്ന ലിംഗബന്ധം പുരുഷാധിപത്യപരമാണ് എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിച്ചിരുന്നില്ല. രാജലക്ഷ്മിയുടെ കാലത്ത് പോലും അത്തരത്തിലുള്ള ചിന്ത വന്നിട്ടേ ഇല്ല. രാജലക്ഷ്മിയെ ആക്ഷേപിച്ചവരിൽ പുരുഷന്മാരുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് അത് നിലനിൽക്കുന്ന അധികാരത്തിന്റെ സ്വഭാവമാണ് എന്ന് പറയാനോ ആ രീതിയിൽ വ്യാഖ്യാനിക്കാനോ സാധിച്ചിരുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ വീണ്ടെടുപ്പ് നടക്കുന്നത് സമൂഹത്തിൽ സ്ത്രീ പുരുഷ ലിംഗ സ്വഭാവം, ലിംഗ സമത്വത്തിന്റെ ഒരു ഐഡിയോളജി അത് പ്രചരിക്കുന്ന സമയത്താണ്, ആ ആശയം ചർച്ച ചെയ്യപ്പെടുന്ന സമയത്താണ്. ആ ആശയത്തിൽ ഊന്നിക്കൊണ്ട് ഒരു കൃതിയും പിന്നെ സരസ്വതിയും വീണ്ടെടുക്കപ്പെട്ട കൃതി നിങ്ങൾക്കറിയാം, തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന് പറയുന്ന കൃതിയായിരുന്നു. നവോത്ഥാന കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ച ഏറ്റവും വലിയ കൃതി എന്നുള്ള രീതിയിൽ അടുക്കളയിൽ നരങ്ങത്തേക്ക് പുകഴ്ത്തപ്പെട്ടപ്പോഴും സൈഡ് ലൈൻ ചെയ്യപ്പെട്ട് മാർജിനലൈസ് ചെയ്ത് ഒതുക്കിയ ഒരു കൃതിയായിരുന്നു. സ്ത്രീകൾ തന്നെ എഴുതി, സ്ത്രീകൾ തന്നെ അഭിനയിച്ച്, സ്ത്രീകൾ തന്നെ അവതരിപ്പിച്ച തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന് പറയുന്ന നാടകവും അതിന്റെ രചനയും. ഇതിലെ എന്തുകൊണ്ട് അങ്ങനെ തൊഴിൽ കേന്ദ്രത്തിലേക്ക് പറയപ്പെട്ടു എന്നുള്ള ചോദ്യത്തിന് മുമ്പ് പിന്നെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ളത് നേരത്തെ വിനയ പറഞ്ഞതുപോലെ ഒരു കോംപ്രമൈസിന്റെ ഭാഷയാണ് എന്നുള്ളതും വായിക്കപ്പെട്ടില്ല. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കിന്റെ ആദ്യകാലത്തെ കോപ്പികളിലെ, ഞാനിപ്പോ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും, ആദ്യകാലത്തെ കോപ്പികളിലെ വെണ്ടക്കാക്ഷരത്തിലെ ഒരു കോംപ്രമൈസിന്റെ ഒരു വാചകമുണ്ട്. അതിതാണ്: ഇതെല്ലാം കഴിഞ്ഞു, പിന്നെ പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു, നാടകം അവസാനിക്കുകയാണ്. അപ്പോ അതിൽ പുരുഷ കഥാപാത്രം പറയുന്ന വാചകം ഇതാണ്: വേണമെങ്കിൽ പുരുഷന്റെ മഹത്വത്തിന് വേണ്ടി, മേന്മയ്ക്ക് വേണ്ടി സ്ത്രീ അബലയായി തന്നെ ഇരുന്നുകൊള്ളട്ടെ, എങ്കിലും അവളുടെ സാരിയുടെ വക്ക്, പട്ടുസാരിയുടെ വക്ക് വേണം രാജ്യത്തിന്റെ മുറിവ് വെട്ടാൻ. എന്തൊരു ഔദാര്യമാണെന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ കോംപ്രമൈസ് ചെയ്യാതെ കണ്ട് പോവാൻ പറ്റില്ലാത്ത വിധത്തിൽ പുരുഷാധിപത്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യാവുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയായിരിക്കാം വീട്ടിലെ പോലെ അല്ലെങ്കിൽ ആ നാടകം എഴുതിയ എല്ലാവരെയും ആ രീതിയിൽ പറയാനായിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. ഇത് ഒട്ടും നമ്മൾ ആ നാടകത്തിന്റെ പ്രസക്തിയോ പ്രാധാന്യമോ അതുണ്ടാക്കിയ സാമൂഹിക വിപ്ലവമോ അത് സമൂഹത്തെ മുന്നോട്ട് നയിച്ചതോ ഒന്നും തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുകയോ അല്ലെങ്കിൽ അതൊന്നും ഇല്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളതല്ല. എന്തുകൊണ്ട് ഈ ഒരു വാചകം? അതേസമയം ആ സമകാലത്തുണ്ടായിട്ടുള്ള മറ്റൊരു കൃതിയില് പുറത്തേക്കന്യാ പോണെ, എന്നെ പിടിച്ച് അടുക്കളയിലെ പാത്രം പോലെയോ അല്ലെങ്കിൽ തൊഴുത്തിലെ പശുവിനെ പോലെയോ ആർക്കെങ്കിലൊക്കെ പിടിച്ച് കൊടുക്കാമെന്ന് വിചാരിക്കേണ്ട, അത് നടക്കില്ല, അകത്തേക്കല്ല പുറത്തേക്കന്യാ പോണെ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ പെൺകുട്ടികളുണ്ട്, ആ കഥാപാത്രങ്ങളുണ്ട്. ആ കാലഘട്ടത്തിലും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കിന് കിട്ടിയ വലിയ പ്രചാരം മറ്റു കൃതികൾക്ക് കിട്ടുകയുണ്ടായില്ല. ഇത്തരത്തിലുള്ള വിട്ടുവീഴ്ചയില്ലാത്ത തികച്ചും സ്ത്രീപക്ഷ നിലപാടിൽ നിന്നുകൊണ്ടുള്ള തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന് പറയുന്ന നാടകം പോലെ ഒരു നാടകം അരികുവൽക്കരിക്കപ്പെടുകയും കോംപ്രമൈസ് ഉള്ള ഒരു നാടകം സ്വീകാര്യമാക്കപ്പെടുകയും അത് ചരിത്രത്തിലൂടെ മുന്നോട്ട് സഞ്ചരിക്കുകയും വീണ്ടും തൊഴിൽ കേന്ദ്രത്തിലേക്ക് വീണ്ടെടുക്കപ്പെടുകയും വേണ്ടി വന്നു. തൊഴിൽ കേന്ദ്രത്തിലേക്കും സരസ്വതിയമ്മയെ പോലെ വീണ്ടെടുക്കപ്പെടുകയായിരുന്നു. വീണ്ടെടുക്കപ്പെട്ടതിന് ശേഷം അതിന്റെ പുസ്തകം അച്ചടിച്ചു വരുന്നു, ആ നാടകം പലയിടത്തും കളിക്കുന്നു, പിന്നെ അതിനെ പറ്റിയിട്ടുള്ള സംസാരങ്ങൾ ഉണ്ടാകുന്നു.
ഇതെവിടെ പോയിരുന്നു ഈ നാടകം? ഇതിനെ ആരാണ് മുക്കിയത്? ആ നാടകത്തെ മുക്കാനുള്ള കാരണം എന്താണ്? അതില് കോംപ്രമൈസ് ഇല്ലാത്ത ഒരു നിലപാടുണ്ട്. തൊഴിൽ കേന്ദ്രത്തിലേക്ക് പോകുന്ന നമ്മുടെ ഈ പെൺകുട്ടികള് വേശ്യാലയത്തിലേക്കാണ് പോകുന്നത് എന്ന ആരോപണം അല്ലെങ്കിൽ ഒരു കഥാപാത്രം ഉന്നയിച്ചപ്പോൾ വേശ്യാലയം അല്ലേ, എന്നാൽ താൻ വ്യഭിചരിക്കാൻ അങ്ങോട്ട് വരുമ്പോ ഇതും കൂടി കൊണ്ടുവന്നോ എന്ന് പറഞ്ഞ് രണ്ട് വേർഷൻ ഉണ്ട്. താലി പൊട്ടിച്ച് ഭർത്താവിന്റെ നേർക്ക് എറിഞ്ഞു എന്നും അല്ല അയാളുടെ പൂണൂല് പൊട്ടിച്ചാണ് എറിഞ്ഞെന്നും ഉള്ള രണ്ട് വേർഷൻ പറയുന്നുണ്ട്. എന്തായാലും അത്തരത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സ്വതന്ത്ര നിലപാടെടുത്തിട്ട് ഞാൻ എന്റെ സ്വാതന്ത്ര്യവും കൊണ്ട് പോകും എന്ന് പറയുന്ന സ്ത്രീ, അവളോട് കോംപ്രമൈസ് ചെയ്യാൻ സമൂഹം തയ്യാറില്ല. സമൂഹം ഇപ്പോഴും തയ്യാറില്ല. ഞാൻ ഓരോ എഴുത്തുകാരുടെ ഉള്ളിലും എന്ന് പറയുന്ന ഒരു കഥയിൽ ഇറങ്ങിപ്പോകുന്ന ഒരു സ്ത്രീയെ എഴുതുണ്ടായി. അത് എത്ര കാലം ചോദ്യം ചെയ്യപ്പെട്ടത് വീട് വിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു സ്ത്രീയെ ചിത്രീകരിക്കുക എഴുത്തില് എന്നൊക്കെയാണ്. അതേസമയം ഇതിനോടൊക്കെ കോംപ്രമൈസ് ചെയ്ത് എവിടെയും തൊടാതെ കണ്ട് സ്നേഹത്തിന്റെ പ്രഭാഷണങ്ങൾ, ലൈംഗികതയുടെ പ്രഭാഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നാൽ ലഭിക്കുന്ന വലിയ സ്വീകാര്യതയുണ്ട്. ആ വലിയ സ്വീകാര്യത വളരെ പൊളിറ്റിക്കലായിട്ടുള്ള സ്ത്രീ വിമോചനം എന്ന് പറയുന്ന രാഷ്ട്രീയത്തെ നശിപ്പിക്കുന്ന ഒന്നായിരുന്നു. ആ സ്വീകാര്യതയ്ക്ക് വേണ്ടി നിൽക്കാതിരിക്കുക എന്നുള്ളത് വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. നമുക്ക് വീണ്ടെടുക്കപ്പെടാനിരിക്കുന്ന ഗീതയിലേക്ക് വരാം. സരസ്വതിയമ്മ വീണ്ടെടുക്കപ്പെട്ടത് ഒരു സാമൂഹ്യ സാഹചര്യം അത്തരത്തിൽ പൊളിറ്റിക്കലായി ഉരുത്തിരിഞ്ഞു വന്ന സമയത്താണ്. ഗീത എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയാണ്. പട്ടാമ്പി കോളേജിലെ ഉണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് അങ്ങനത്തെ നല്ല കുറെ കുട്ടികൾ, ഇന്നിപ്പോ ഞാൻ എന്റെ വേറൊരു കുട്ടിയുടെ പുസ്തകം ഇത് കഴിഞ്ഞാൽ ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി നോക്കൂ. ഗീതയെ സംബന്ധിച്ചിടത്തോളം ഗീത എഴുതിക്കൊണ്ടിരുന്ന കാലഘട്ടത്തില് എഴുതാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ ആശയങ്ങൾ സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരുന്നു. സ്ത്രീ വിമോചന ആശയങ്ങൾ വ്യാപകമായി കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഗീത ഒരുപക്ഷെ ശക്തമായിട്ട് എഴുത്തിലേക്ക് വരുന്നത്. അതിനു മുമ്പ് അതിനുള്ള ഒരു അരങ്ങൊരുക്കം ആ കുട്ടിയുടെ ഉള്ളിൽ നടന്നിട്ടുണ്ട് എന്നുള്ള യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ പിന്നീട് കണ്ണാടികൾ ഉടച്ചുകൊണ്ടൊരു വരവ് ഗീത വന്നു. എന്തുകൊണ്ടാണ് കണ്ണാടികൾ ഉടയ്ക്കുന്നത്? നിങ്ങൾ നിങ്ങളെ തന്നെ കാണുന്ന ഈ പ്രതിബിംബം എന്താണ്? അതിനെ പൊളിക്കാൻ, അതിനെ തകർക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് മോചനമില്ല എന്നുള്ളതായിരിക്കും. ഒരുപക്ഷെ വിനയ പറഞ്ഞതിന്റെ അക്കാദമിക് ആയിട്ടുള്ള ഒരു ഭാഷ്യം അല്ലെങ്കിൽ സൗന്ദര്യപരമായിട്ടുള്ള ഒരു ഭാഷ്യം അതായിരുന്നു. കണ്ണാടികൾ ഉടയ്ക്കുന്നത് ആർക്കു വേണ്ടി? എന്തിനു കണ്ണാടികൾ ഉടയ്ക്കണം? കണ്ണാടികളിൽ കാണുന്ന ബിംബമല്ല നിങ്ങൾ ആര് എന്ന ഒരു ചോദ്യം. രൂപത്തിനപ്പുറത്ത്, ഭാവത്തിനപ്പുറത്ത് സമൂഹത്തിൽ നിങ്ങളുടെ സ്ഥാനം എന്ത്, ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ നിങ്ങളുടെ സ്വത്വം എന്ത്, നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം, പൗരസ്വാതന്ത്ര്യം, ഇതൊക്കെ എന്ത് എന്നൊക്കെ അന്വേഷിക്കാൻ കഴിയുന്ന ഒരു ശതബിംബത്തെ നിർമ്മിക്കുക എന്നുള്ളതാണ് കണ്ണാടികൾ ഉടയ്ക്കുമ്പോൾ സംഭവിക്കുന്നത്. നമ്മൾ നൂറായി ചിതറുന്നു, നുറുങ്ങുന്നു. ഉടഞ്ഞ കണ്ണാടിയിൽ നമ്മൾ നൂറായി ഛിന്ന ഭിന്നമായി നുറുങ്ങുന്നു. അതിലോരോന്നും നമ്മളാണ്. അതിനെ പിന്നെ കൂട്ടിച്ചേർക്കേണ്ടത് പുനഃസൃഷ്ടി ആയിട്ടാണ്. ഒരു പുതിയ സ്ത്രീയെ നിർമ്മിക്കുക, അതിനാണ് കണ്ണാടികൾ ഉടയ്ക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഗീത കടന്നത്. പിന്നീട് ഗീതയെ സംബന്ധിച്ചിടത്തോളം എഴുതപ്പെട്ട കൃതികളൊക്കെ തന്നെ സ്ത്രീവാദപരമായ നിലപാടിൽ ശക്തമായി ഉറച്ചു നിന്നുകൊണ്ട് ഉള്ള അന്വേഷണങ്ങൾ ആയിരുന്നു. അതിൽ ധാരാളം ഗവേഷണ പ്രബന്ധങ്ങളുണ്ട്, സൗന്ദര്യശാസ്ത്രപരമായിട്ടുള്ള പുസ്തകങ്ങളുണ്ട്, ഗ്രന്ഥ നിരൂപണങ്ങളുണ്ട്, വിമർശന ഗ്രന്ഥങ്ങളുണ്ട്, പൊളിറ്റിക്കലായിട്ടുള്ള ഗ്രന്ഥങ്ങളുണ്ട്, കഥകളി പോലെയൊക്കെയുള്ള ദൃശ്യകലകളെ വ്യാഖ്യാനിക്കുന്ന ഗവേഷണ ഗ്രന്ഥങ്ങളുണ്ട്. അതിലെ പുരുഷ കഥാപാത്രത്തെ അല്ലെങ്കിൽ സ്ത്രീവേഷം കിട്ടുന്ന ആണിനെ സംബന്ധിച്ച് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പഠനം അതുകൊണ്ട് നിരവധി പുസ്തകങ്ങൾ ഗീത എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് സരസ്വതിയമ്മയെ പോലെ തന്നെ ഒരുപക്ഷെ അത്രത്തോളം ഇല്ലെങ്കിലും, കാരണം എന്ന് വെച്ചാൽ ഇപ്പോ ഈ കാലഘട്ടത്തിൽ ഗീത പുസ്തകങ്ങൾ എഴുതുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു സ്ത്രീവാദം സമൂഹം അംഗീകരിക്കുകയും എന്തിനേയും ആ രീതിയിൽ ഒരുപക്ഷെ കാണാനും വ്യാഖ്യാനിക്കാനും പ്രാപ്തമാവുകയും ചെയ്ത ഒരു സമൂഹം, സ്ത്രീ പുരുഷന്മാരുടെ ഒരു സമൂഹം, എല്ലാവരുമല്ല ഒരു ന്യൂനപക്ഷമെങ്കിലും അതിന് പ്രാപ്തി നേടിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് അറിയാം, മുൻകാലങ്ങളിലുള്ളതിനെ അപേക്ഷിച്ചിട്ട് ഒരു വിഷയത്തെ നമുക്ക് സ്ത്രീയുടെ പക്ഷത്തു നിന്ന് വ്യാഖ്യാനിക്കാനും സ്ത്രീയുടെ പക്ഷത്തു നിന്ന് വിലയിരുത്താനും അതിനുവേണ്ടി വാദിക്കാനും അതിനുവേണ്ടി സമരം ചെയ്യാനൊക്കെ സാധിക്കും. മുമ്പൊന്നും അങ്ങനെ സാധിച്ചിരുന്നില്ല. ഗീതയെ സംബന്ധിച്ചിടത്തോളം പറ്റിയ ഒരു പ്രശ്നം തന്റേതായ ഒരു നിലപാട്. ആ നിലപാട് ഒരുപക്ഷെ ഗീത മുമ്പ് ഉണ്ടായിരുന്ന ഇടതുപക്ഷ രാഷ്ട്രീയവുമായി ഇടഞ്ഞുകൊണ്ട് പോലും തന്റേതായ നിലപാടിൽ നിന്നുകൊണ്ട്
കാര്യങ്ങളെ കാണാനും വായിക്കാനും എഴുതാനും പ്രചരിപ്പിക്കാനും സമൂഹത്തെ പ്രേരിപ്പിക്കാനും ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പൊ ചീത്തക്കുട്ടിയായി. അപ്പോ ഗീത എന്ന് പറയുന്ന ഇടതുപക്ഷത്തുണ്ടായിരുന്ന, ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, പട്ടാമ്പിയിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ശ്രീകമ്മണ്ണയിലുള്ള പരിപാടിയൊക്കെ ആകുമ്പോൾ നമ്മുടെ പാലക്കീഴ് മാഷും അങ്ങനെയുള്ള കുറെ ആളുകളും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു വലിയ ഒരു സൗഹൃദ വലയം, ഒരു വലിയ കൂട്ടായ്മ, വലിയ സന്തോഷം ഉള്ള ഒരു ഇടം ഉണ്ടായിരുന്നു. ആ ഇടം ക്രമേണ ഗീതയ്ക്ക് എന്നല്ല, അത്തരത്തിൽ സ്വന്തമായ സ്വതന്ത്രമായ നിലപാടുള്ള എല്ലാവർക്കും നഷ്ടപ്പെടുന്ന കാഴ്ചയാണ്. അന്ന് പറഞ്ഞതൊക്കെ ഇന്ന് തിരിച്ചു നോക്കേണ്ട ഒരു ഗതികേട്, അല്ലെങ്കിൽ തിരിച്ചു നോക്കേണ്ട ഒരു അവസ്ഥ ഇന്ന് പ്രത്യയശാസ്ത്രങ്ങൾക്ക് വന്നു ഭവിച്ചിരുന്നു. അന്ന് പറഞ്ഞത്, അന്നത്തെ വിമർശനങ്ങൾ, അന്നത്തെ ചൂണ്ടിക്കാട്ടലുകൾ, അന്നത്തെ ശരികൾക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയാ, സ്വയം ത്യജിക്കൽ, ഇതിനൊക്കെ ഇന്ന് അർത്ഥം വന്നിരിക്കുകയാണ്. പറഞ്ഞത് ശരിയാണ് എന്നിടത്ത് എത്തിയിരിക്കുകയാണ്. ഇന്ന് വ്യാഖ്യാനിക്കട്ടെ, ഇന്ന് തിരിഞ്ഞു നോക്കട്ടെ. അന്നത്തെ ചോദ്യം ചെയ്യലുകൾ ഒന്നും തന്നെ ഒരു പ്രത്യയശാസ്ത്രത്തെയോ ഒരു സംഘടനയെയോ തകർക്കാൻ വേണ്ടിയായിരുന്നില്ല, അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയായിരുന്നു, അതിനെ തിരുത്തിയെടുക്കാൻ വേണ്ടിയായിരുന്നു. എനിക്ക് വലിയ സങ്കടം തോന്നി. CPM-നെ പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അകത്തുള്ള സ്ത്രീകൾ എന്തുമാത്രം സ്ത്രീ വിരുദ്ധ നിലപാടുകൾ കയറാൻ മൂളിക്കൊണ്ട് തലയാട്ടിക്കൊണ്ടാണ് അവർ ഈ ചരിത്രഘട്ടത്തിലൂടെ മുഴുവൻ കടന്നുപോയത്. എത്രയോ സംഭവങ്ങൾ, എത്രയോ സ്ത്രീകൾക്ക് നേരെ നടന്നിട്ടുള്ള ആക്രമണങ്ങൾ, ബലാത്സംഗങ്ങൾ, കുറ്റകൃത്യങ്ങൾ, ഇതിനൊക്കെ തന്നെ അവാനുരക്ഷമിണ്ടാതെ കണ്ട്, ഒരു നിലപാടെടുക്കാൻ പറ്റാതെ കണ്ട്, നിശബ്ദവൽക്കരിച്ച് അവസാനം അവർ തന്നെ ആക്രമിക്കപ്പെടുമ്പോൾ അവർക്കൊന്നും പറയാൻ പറ്റാതെ കണ്ട് നിലനിന്നില്ല. ഇത് കുറ്റകൃത്യമാണ്. നിശബ്ദത ഏറ്റവും വലിയ കുറ്റകൃത്യമാണ്. ആ പാർട്ടിക്കകത്ത് നിശബ്ദത പുലർത്തിയവർ എല്ലാവരും ഒരുപോലെ കുറ്റവാളികളാണ്. ഇന്നത്തെ ഈ പഠനത്തിൽ ഓരോരുത്തരും, നിശബ്ദരായിരുന്ന ഓരോരുത്തരും കുറ്റവാളികളാണ്. അവരാതിനെ കൂടെ കൊണ്ടുവന്ന് എത്തിച്ചത്. അതിൽ സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്നുണ്ട്. അത് നമുക്ക് ഇപ്പൊ വളരെ വ്യക്തമാണ്. ഇപ്പൊ എല്ലാവരും ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രസ്ഥാനത്തെ എല്ലാ ഭാഗത്തുനിന്നും ആളുകൾ ആക്രമിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിലും വേദനയും വിഷമൊക്കെ ഉണ്ട്. കാരണം അത് പ്രിയപ്പെട്ടതായിരുന്നു, അത് ജനങ്ങളോടൊപ്പമാണെന്ന് വിശ്വസിച്ചിരുന്നു, അത് ഏറ്റവും സ്വീകാര്യം ആയിരുന്നു, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായിരുന്നു, അതിന്റെ ഒപ്പമായിരുന്നു. അപ്പോ ഇതേ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അനഭിമത എന്ന് പറയുന്ന റാങ്കിലേക്ക് ഗീത ഉയർത്തപ്പെടുകയോ താഴ്ത്തപ്പെടുകയോ ചെയ്തതിന്റെ ഒറ്റ കാര്യം മാത്രമാണ്, ഗീതയ്ക്ക് ഒരു നിലപാടുണ്ടായിരുന്നു. ഗീത വിശ്വസിച്ചിരുന്ന ഇടതുപക്ഷ നിലപാട് എന്ന് പറയുന്നത് സ്ത്രീവാദത്തിൽ ഊന്നിയ ഒരു വികാസം അതിനാവശ്യമാണ് എന്ന് ഗീത വിശ്വസിച്ചിരുന്നു. ആ വിശ്വസിച്ചിരുന്നത് കൊണ്ട് തന്നെ, ആ വിശ്വാസത്തിനനുസരിച്ച് നിന്നതുകൊണ്ട് തന്നെ, ആ വിശ്വാസത്തിനനുസരിച്ചൊരു ആക്ടിവിസം ഗീത കൊണ്ടുവന്നതുകൊണ്ട് തന്നെ, ആക്ടിവിസ്റ്റും എഴുത്തുകാരിയുമായിട്ടുള്ള ഗീത വായിക്കപ്പെടണോ വായിക്കപ്പെടണ്ടേ എന്നുള്ളത് കുറെ പേര് തീരുമാനിക്കും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വൈയക്തികമായിട്ടുള്ള ഗീത എത്രമാത്രം അപമാനങ്ങളിൽ കൂടെ കടന്നുപോയി എന്നുള്ള ആലോചിക്കുക. എന്തുമാത്രം ആക്രമണങ്ങളിൽ കൂടെ, അപമാനം പോട്ടെ, എന്തുമാത്രം ഫിസിക്കലായിട്ട് തന്നെയുള്ള ആക്രമണങ്ങൾ, അത്രയും കടന്നുപോയിട്ടുള്ള ഒരാളും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ അടുത്ത കാലത്തൊന്നും. അത്രയും നല്ല ആക്രമിക്കപ്പെട്ട ഒരു വ്യക്തി, ഒരു സ്ത്രീ, അതാണ് നമ്മളെ ഞാനൊക്കെ തെറിയേക്കാൻ വരണ്ടു പോകുന്ന ഒരു മനസ്സുള്ള ഒരാളാണ്. ഇതത്ര നിങ്ങളൊക്കെ വിചാരിക്കും സാഹചര്യത്തിൽ നല്ല നട്ടലുണ്ട്, കണ്ടെടുത്ത് ഒരു തെറിയേറ്റാൽ മതി, ആ നട്ടലിങ്ങനെ പഴഞ്ഞു പേടിയാവും. കാരണം നമ്മൾ ജീവിതത്തിൽ കേൾക്കാത്ത തരത്തിലുള്ള വർത്തമാനങ്ങളും തെറികളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയില് ഈ വിജിലാൻഡ് ഗ്രൂപ്പുകൾ അതിങ്ങനെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ട് തന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളതിനെ കാറ്റേറ്റ് പിടിച്ചു നിർത്താൻ വലിയ പാടാ, വലിയ ബുദ്ധിമുട്ടാണ്. അതേസമയം ഗീത അനുഭവിച്ചതൊക്കെ നമുക്കറിയാവുന്നതാണ്. എല്ലാവർക്കും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി ഗീതയെ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ അവസാനം വരെയും തന്റെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ഗീത എഴുതി, പ്രസംഗിച്ചു, പ്രവർത്തിച്ചു, വായിച്ചു, പഠിച്ചു. ഇപ്പോഴും അത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഇന്നത്തെ വർത്തമാന സാഹചര്യത്തിൽ ഗീത വായിക്കപ്പെടുന്നില്ലായിരിക്കാം, അതല്ലെങ്കിൽ അംഗീകരിക്കപ്പെടുന്നില്ലായിരിക്കാം. ആരാണ് അംഗീകരിക്കേണ്ടത്, ആരാണ് വായിക്കേണ്ടത് എന്നുള്ളത് വേറൊരു കാര്യം. ഗീതയുടെ വായനക്കാർ ഗീതയ്ക്കുണ്ട്, എല്ലായ്പ്പോഴും ഗീത അംഗീകരിക്കുന്നവർ ഗീതയ്ക്കുണ്ട്, അതവിടെ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഒരു ഗീത അർഹിക്കുന്ന ഒരു സ്ഥലത്തിലേക്ക് ഗീതയ്ക്ക് ഉയരാനായിട്ട് സാധിക്കുന്നില്ല എന്ന ചോദ്യത്തിന്റെ ഉത്തരം കാലമാണ്.
സരസ്വതിയമ്മ വീണ്ടെടുക്കപ്പെട്ടതുപോലെ വരും കാലത്തിന് ഗീതയെ, ഗീതയുടെ എഴുത്തുകളെ, ഗീതയുടെ ഗവേഷണങ്ങളെ, ഗീതയുടെ പഠനങ്ങളെ, വിമർശനങ്ങളെ, ആക്ടിവിസത്തിന്റെ ആകത്തുകയെ, ഫലങ്ങളെ ഒക്കെ ആവശ്യം. അതുകൊണ്ട് കാലം വീണ്ടെടുക്കാനിരിക്കുന്ന ഒരു എഴുത്തുകാരിയാണ് ഗീത. സരസ്വതിയമ്മ വീണ്ടെടുക്കപ്പെട്ട എഴുത്തുകാരിയാണെങ്കിൽ കാലം വീണ്ടെടുക്കപ്പെടാനിരിക്കുന്ന ഒരു എഴുത്തുകാരിയാണ് ഗീത. നമുക്കറിയാം, എന്നോടൊരു നിരൂപകൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള എല്ലാം നിരൂപണം. കാരണം പെണ്ണുങ്ങൾക്ക് പറ്റില്ല നിരൂപണം ചെയ്യാൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. അയാളുടെ കുറച്ച് വിശ്വാസമാണ്. സ്ത്രീകൾ നിരൂപണത്തിന് പറ്റില്ല എന്നാണ്. സ്ത്രീകൾക്ക് പറ്റുന്നത് കവിത, കഥ, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾക്ക് എഴുതലാണ്. നിരൂപണം അവർക്ക് പറ്റില്ല. അപ്പൊ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഇത് പറ്റാത്തത് എന്ന് ചോദിച്ചാൽ അവർക്ക് അതിനുള്ള ആധികാരികത ഇല്ല എന്നാണ്. സ്ത്രീകൾക്ക് അതിനുള്ള ആധികാരികത ഇല്ല. വരച്ച വരയില് വിനയ പറയണമെന്നല്ല, വരച്ച വരയില് കുടുംബത്തിലെ പുരുഷന്മാരെ നിർത്തുന്ന എത്ര പെണ്ണുങ്ങളുണ്ട് അല്ലെ? ആധികാരികതയുടെ അയ്യരവിയായിരിക്കും ചില വീടുകളില് പെണ്ണുങ്ങളുടെ. ഭയങ്കര ആധികാരികത കാരണം കൊണ്ട് മറ്റേ മനുഷ്യനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയുള്ള വീടുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോ ആധികാരികത ഇല്ല എന്ന് പറയുമ്പോൾ ആധികാരികത ആർജിക്കാനുള്ള സന്ദർഭം സ്ത്രീകൾക്ക് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അധികാരത്തിൽ 33% സംവരണത്തിന് വേണ്ടി കെഞ്ചുന്ന കുഴയുന്ന സ്ത്രീകള് ഇന്നിപ്പോ പാർലമെന്റിലേക്കുള്ള അവർക്ക് എത്ര ശതമാനം കൊടുത്തു എന്നുള്ളത് നമുക്കറിയാം. നിലനിൽക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, എല്ലാ സംഘടനകളും, എല്ലാ കുടുംബവും പുരുഷാധിപത്യപരമായ അധികാര ഘടന നിലനിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെയാണ് സ്ത്രീകൾക്ക് ആധികാരികമാകാൻ കഴിയുക എന്നൊരു ചോദ്യം ആ പ്രിയപ്പെട്ട സുഹൃത്തിനോട് ചോദിക്കേണ്ടതുണ്ട്. ഇതില്ലാതെ തന്നെ, അങ്ങനെ ഉള്ളൊരു സാധ്യത ഇല്ലാതെ തന്നെ സ്വയം അധികാരത്തിലേക്ക് സ്വയം അധികാരത്തിലേക്ക് കയറി പോകാനായിട്ട് കഴിയുന്ന സ്ത്രീകളുണ്ട്. അപ്പൊ ഈ ആധികാരികത നിരൂപണ രംഗത്ത് ഇല്ല എന്ന് പറയുന്ന ഒരു 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 നിലപാട് ഒരു പുരുഷ നിരൂപകൻ അത് നമ്മുടെ എന്നോട് നേരിട്ട് തന്നെ ഒരു വേദിയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ലീലാവതി ടീച്ചർ ഉള്ളപ്പോ തന്നെയാണ് അത് പറയുന്നത്. ലീലാവതി ടീച്ചറുടെ നിരൂപണത്തെ സംബന്ധിച്ച് വലിയ ഒരു അഭിപ്രായം ഇല്ലാത്ത ഒരാളുമാണ് ആ നിരൂപകൻ. ലീലാവതി ടീച്ചർ എന്തുമാത്രം എഴുതിയിട്ടുണ്ട് എന്നുള്ളതും ലീലാവതി ടീച്ചറുടെ നിരൂപണത്തിന്റെ സ്വഭാവം എന്താണെന്നുള്ളതും അവരുടെ ചരിത്ര പഠനങ്ങൾ എത്രമാത്രം പ്രസക്തവും പ്രധാനവുമാണ് എന്നുള്ളതും ഒന്നും അറിയാത്ത ആളല്ല ഈ പറഞ്ഞ ആള്. ഒരുപക്ഷെ നിരൂപണ രംഗത്തേക്ക് സ്ത്രീകൾ അധികം കടന്നു വന്നിട്ടില്ലായിരിക്കാം. അവിടേക്കാണ് ഗീത കണ്ണാടികൾ ഉടയ്ക്കുന്നത്. ഞാനാണോ ഗീത അത് പ്രകാശനം ചെയ്തത്? അതെ. അപ്പൊ ഗീത അത് കൊണ്ടുവന്നപ്പോ ഞാൻ ഗീതരെടുത്ത് പറയണ്ടേ, നിരൂപണ രംഗത്ത് നമുക്ക് സ്ത്രീകൾ ഇല്ല. വിലയിരുത്താനുള്ള റൈറ്റ്, വിലയിരുത്താനുള്ള അവകാശം, വിമർശിച്ച് കാണിക്കാനുള്ള അവകാശം, ഇതും വേർതിരിച്ച് കാണിക്കാനുള്ള ഒരു നമ്മുടെ കഴിവ്, സ്ത്രീ പക്ഷത്തു നിന്നുള്ള കഴിവ്, അത് ആർജിക്കുന്ന ആളാണ് നിരൂപക എന്ന് പറയുന്നത്. നിരൂപണ രംഗത്ത് കടന്നു വരുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഇല്ലാത്ത വലിയ ഇരുണ്ട ഇടനാഴികൾ അവൾക്ക് കടന്നു പോകാനുണ്ട്. അവിടെയൊക്കെ വെളിച്ചം വീശിച്ച് കടന്നു പോകണം. ഒരു സ്ത്രീ എങ്ങനെയാണ് ഒരു സിനിമ കാണുന്നത്, ഒരു സ്ത്രീ എങ്ങനെയാണ് ഒരു സാഹിത്യകൃതി വായിക്കുന്നത്, ഒരു സ്ത്രീ എങ്ങനെയാണ് ഒരു നിരൂപണ കൃതി വായിക്കുന്നത്, ആ ഒരു സ്ത്രീയുടെ കാഴ്ചപ്പാടിന്റെ അഭാവം അവിടെ നിലനിൽക്കുന്നുണ്ട്. പകുതിയെ നടക്കുന്നുള്ളൂ. നേരത്തെയുള്ള നിരൂപകൻ പറഞ്ഞതുപോലെ നിരൂപണ രംഗത്ത് സ്ത്രീകൾ വേണ്ട എന്ന് പറയുമ്പോൾ പകുതി കാര്യങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ. പകുതി കാര്യങ്ങൾ അവിടെ കിടക്കുകയാണ്. ഒരു പെണ്ണിന്റെ കണ്ണുകൂടെ ലോകത്തെ കാണുമ്പോൾ മാറിയൊരു ലോകമാണത്. ആ മാറിയ ലോകത്തിന്റെ അഭാവമാണ് നിരൂപണ രംഗത്ത് സ്ത്രീകൾ ഇല്ല എങ്കിൽ സംഭവിക്കുന്നത്. അപ്പൊ ആ ഒരു അഭാവം നികത്താൻ ധാരാളം പെൺകുട്ടികൾ നിരൂപണ രംഗത്തേക്ക് കടന്നു വരേണ്ടതുണ്ട് എന്നും ഇതൊക്കെ അതിന് സാധിക്കട്ടെ എന്നും ഞാൻ അന്ന് കണ്ണാടികളുടെ ആ ഒരു ആദ്യ പുസ്തകത്തിന്റെ പ്രകാശന വേളയിൽ ഞാൻ ഗീതയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ തുടർന്നുണ്ടായ ഒരു മഹാപ്രവാഹമാണ് ഗീതയിൽ നിന്ന് ഉണ്ടായത്. പഠനങ്ങളായിട്ടും ഗവേഷണങ്ങളായിട്ടും വിമർശനങ്ങളായിട്ടും ഒക്കെ തന്നെ ഉണ്ടായത്. അത് അത്രത്തോളം വളരെ എന്താ പറയാ, ഒരാളുടെ ഒരു ധ്യാനാത്മകമായ ഒരു പ്രവൃത്തി കൊണ്ട് മാത്രമേ അങ്ങനെ ഒന്നും സാധ്യം ആവുകയുള്ളൂ. ഇടവേളകളില്ലാതെ എഴുതിക്കൊണ്ടേയിരിക്കുക. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഗീതയെ അങ്ങനെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തൽക്കാലത്താവസ്ഥകളുടെ ഗീത വീണ്ടും എഴുതാൻ തുടങ്ങും. ആക്ടിവിസം ഒക്കെ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല. എനിവേ, എന്തായാലും ഈ ഒരു പുസ്തകം 62ഓളം തിരക്കഥകൾ, ഒട്ടും എളുപ്പമൊന്നുമല്ല. ആ തിരക്കഥകളെ മുഴുവനും വായിച്ച് എനിക്കത് മുഴുവൻ വായിക്കാൻ നേരം കിട്ടില്ല. ഗീത എനിക്ക് പുസ്തകം തന്നുണ്ട് പറയുന്നു. ഞാനത് എവിടെയും ഇട്ടതാണോ എനിക്കറിയില്ല. എവിടെയെങ്കിലും പുസ്തകങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. പക്ഷെ വിനയന്ന് രാവിലെയാണ് അത് കൊണ്ട് തന്നത്.
MTയുടെ തിരക്കഥകളുടെ ഒരു മഹാപ്രപഞ്ചത്തെ ഇഴവിടർത്തി, ഒന്നൊന്നായി ഇഴവിടർത്തി, അത് പല തലങ്ങളിൽ വെച്ചുകൊണ്ട് ഓരോ മുക്കും മൂലയും ഓരോ ഓരോ കാഴ്ചപ്പാടിലൂടെ കണ്ടുകൊണ്ട് അത് ഒരു വലിയ ഗവേഷണ പുസ്തകമായിട്ട് തന്നെ വന്നിരിക്കുകയാണ്. അപ്പോ ആ പുസ്തകത്തെ എടുത്ത് KSRCMയുടെ പേരിൽ ഒരു പുരസ്കാരം നമ്മുടെ ഗീത ടീച്ചർക്ക് കൊടുക്കുമ്പോൾ അത് അനന്യമായ ഒരു സംഗതിയാണ്. വീണ്ടെടുക്കപ്പെട്ട ഒരു എഴുത്തുകാരിയുടെ പേരിലുള്ള ഒരു പുരസ്കാരം വീണ്ടെടുക്കപ്പെടാനിരിക്കുന്ന ഒരു എഴുത്തുകാരിയുടെ കൊടുക്കുക എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു സന്ദർഭത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി എന്ന് പറയണോ വേണ്ട, വിദ്യാർത്ഥിയായ ഗീതയ്ക്ക് എന്റെ എല്ലാവിധത്തിലുള്ള സ്നേഹവും ആശംസകളും നേരുന്നു. ഈ പുരസ്കാരം, ഇങ്ങനൊരു പുരസ്കാരം സരസ്വതിയുടെ പേരിൽ കായികമായ രംഗത്ത് നിലനിൽക്കുന്ന വിനയെ പോലെയുള്ളവരുടെ വിങ്സ് എന്ന് പറയുന്ന ഒരു സംഘടന, വിനയെ പോലെയുള്ള കുറെ സ്ത്രീകൾ, ഈ സ്ത്രീകൾ തീരുമാനിച്ചേക്ക്, ഈ സ്ത്രീകൾ അങ്ങനെ ഒരു പുരസ്കാരം കൊടുക്കുമ്പോൾ അത് വലിയ ഒരു എന്താ പറയാ സന്തോഷമുള്ള വലിയ സന്തോഷമുള്ള സാമൂഹ്യ സന്ദർഭമാണ്. അതിലേക്ക് വിങ്സിന് നന്ദി, ഇതൊക്കെ എന്റെ സ്നേഹം.